കോടതിക്ക് മതഭ്രാന്തി പിടിച്ചാൽ എന്താണ് ചെയ്യുക? ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS അഹ്ലുവാലിയ നടത്തിയ ഒരു വിധി പ്രസ്താവം ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും തമ്മിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തിയ വിവാഹം അസാധുവാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിന് കണ്ടെത്തിയ ഒരു ന്യായം അത് മുസ്ലിം വ്യക്തി നിയമത്തിന് വിരുദ്ധമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള നിയമം എന്നാണ്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് നിലവിലുള്ള എല്ലാ വിവാഹ വ്യവസ്ഥകളേക്കാൾ ഏറ്റവും ആധികാരികവും ഇൻ്റർഫെയ്ത്ത് മാരേജ്, ഹോളിഡേ മാരേജ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വളരെ ജനകീയമായിട്ടുള്ള ഒരു ആധികാരികമായ വിവാഹ സമ്പ്രദായമാണെന്നിരിക്കെ ഈ വിവാഹത്തിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുവന്ന ഹർജിയിലാണ് അഹ്ലുവാലിയ അതിവിചിത്രമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. നിയമം അറിഞ്ഞുകൂടെ, ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് ജഡ്ജിമാർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് മുഹമ്മദൻ ലോയ്ക്ക് താഴെയാണ് എന്ന് പറയാനും മുഹമ്മദൻ ലോയെ ന്യായീകരിച്ചുകൊണ്ടല്ല, മുഹമ്മദൻ ലോയ്ക്കാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിനേക്കാൾ ആധികാരികമെന്നും പറയാൻ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് നിയമം ലഭിച്ചത് അല്ലെങ്കിൽ നിയമപരിഹാരം ലഭിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് മുസ്ലിം വിവാഹ നിയമത്തിന് വിരുദ്ധമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നും ഒരു മുസ്ലിമിന് വിഗ്രഹാരാധകരായ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് ഇവർ തമ്മിൽ നടത്തിയ വിവാഹം ഒരിക്കലും സാധുവല്ല എന്നുമാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടി കൺവേർട്ട് ചെയ്യാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിവാഹം നിയമവിരുദ്ധമാണെന്ന് ഒരു ചീഫ് ജസ്റ്റിസ് പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിയമവ്യവസ്ഥയോടുള്ള നിലപാട് എന്താണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. സ്പെഷ്യൽ മാരേജ് ആക്ട് നിയമപ്രകാരം 3-4 കാരണങ്ങൾ കൊണ്ട് മാത്രമേ വിവാഹം നമുക്ക് നിരോധിക്കാൻ അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതം കൊടുക്കാതിരിക്കാൻ മാരേജ് ഓഫീസർ കഴിയുള്ളൂ. അതിലൊന്ന് ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം സ്പെഷ്യൽ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇൻസൈൻ ആയിട്ടുള്ള ബോധമില്ലാത്ത അല്ലെങ്കിൽ മനോരോഗിയായിട്ടുള്ള ഒരാൾക്ക് അത്ര വിവാഹം ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് വലിയ മഹാരോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല. അതുപോലെ നിലവിൽ വിവാഹിതരായിട്ടുള്ള 2 പേർക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ 3-4 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും തങ്ങളുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കുന്നതാണ് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് മുസ്ലിം പേഴ്സണൽ ലോയ്ക്ക് താഴെ വരുന്ന പേഴ്സണൽ ലോയ്ക്ക് കീഴിൽ ആണെങ്കിൽ എങ്ങനെ വിവാഹം നടത്തുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പേഴ്സണൽ നിയമത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് മനസ്സിലാവാത്ത കാര്യമാണ്. അങ്ങനെ ഇന്നുവരെ ആരും പറഞ്ഞു കേട്ടതായിട്ട് പോലും നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഒരു സെക്കുലർ വിവാഹത്തെ ജാതിക്കും മതത്തിനും അതീതമായി ഒരു സമൂഹത്തിലെ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള ഇന്ത്യയിലെ നിയമവ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലെ ഈ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ അതിവിചിത്രമായിട്ടുള്ള ഒരു വിധിന്യായമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇന്ത്യയിലെ മതവാദികളായിട്ടുള്ള ആളുകൾ, മതരാഷ്ട്രവാദികളായിട്ടുള്ളവർ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ നിയമത്തെ വ്യാഖ്യാനിക്കാനും നിയമം നടപ്പിലാക്കാനും ബാധ്യതപ്പെട്ട ഒരു ഹൈക്കോടതി ഇപ്രകാരം ബാലിശവും വിചിത്രവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു ഉത്തരവിറക്കുന്നു എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇൻ്റർഫെയ്ത്ത് മാരേജ് അല്ലെ മിശ്ര വിവാഹത്തിനോടുള്ള ഒരു അവഹേളനം മാത്രമല്ല, അങ്ങനെ വിവാഹം പ്രത്യേകിച്ച് മതേതരമായിട്ടുള്ള ജാതീയതരമായിട്ടുള്ള വിവാഹങ്ങൾ പേഴ്സണൽ ലോയ്ക്ക് കീഴിലാണ് വരുന്നത് എന്ന് പറയാൻ ഏതു നിയമവ്യവസ്ഥയാണ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അനുവാദം കൊടുക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കോടതികൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യം.